പാഠം 10. ഭൂമിയിലെ മാലാഖ. കൂട്ടുകാർ ആരെങ്കിലും ദൈവത്തോട് സംസാരിച്ചിട്ടുണ്ടോ? എന്തൊരു മണ്ടൻ ചോദ്യമല്ലേ! ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ സാധിക്കില്ല എന്ന കാര്യം ഉറപ്പ്. എന്നാൽ ജനിക്കുന്നതിന് മുൻപ് എല്ലാവർക്കും ദൈവത്തോട് സംസാരിക്കാൻ കഴിയുമത്രേ. രസകരമായ ഈ കഥ കേട്ടോളൂ. ഒരിക്കൽ ഒരു കുഞ്ഞ് ഭൂമിയിൽ ജനിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. ദൈവത്തോട് യാത്ര പറഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങാൻ നേരത്ത് നമ്മുടെ ഇത്തിരി കുഞ്ഞിന് ഒരു സംശയം. ദൈവമേ, അവൻ കൊഞ്ചു ദൈവത്തോട് ചോദിച്ചു, ഇത്തിരി പോന്ന ഒരു കുഞ്ഞല്ലേ ഞാൻ. നടക്കാനോ ഇരിക്കാനോ പോലും ഞാൻ ഇനിയും പഠിച്ചിട്ടില്ല. ഭൂമിയിൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും? നിഷ്കളങ്കമായ ആ ചോദ്യം കേട്ട് ദൈവം ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഒരുപാട് മാലാഖമാരെ പരിചയമുണ്ടെന്ന് നിനക്കറിയില്ലേ? അവരിൽ ഒരാളെ ഞാൻ നിനക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയക്കാം. എന്താ പോരെ? ദൈവം ചോദിച്ചു. അത് കേട്ടപ്പോൾ കുഞ്ഞിന് സന്തോഷമായി. പക്ഷേ അപ്പോഴും അവനൊരു സംശയം. ഇവിടെ സ്വർഗത്തിൽ എനിക്ക് ഒന്നും ചെയ്യാതെ പാട്ടും കേട്ട് വെറുതെ ഇരുന്നാൽ മതിയല്ലോ. പക്ഷേ ഭൂമിയിൽ ചെല്ലുമ്പോൾ അവിടെ ഞാൻ എന്ത് ചെയ്യും? പേടിക്കണ്ട, ദൈവം അവനെ ആശ്വസിപ്പിച്ചു. ഞാൻ പറഞ്ഞ ആ മാലാഖ നിനക്ക് പാട്ടുകൾ പാടിത്തരും. പിന്നെ ഭൂമിയിൽ മനുഷ്യർ സംസാരിക്കുന്ന ഭാഷ നിന്നെ രസകരമായി പഠിപ്പിക്കുകയും ചെയ്യും. ഇത്രയും ദൈവം പറഞ്ഞു. അന്നേരം കുഞ്ഞ് ചോദിക്കുകയാണ്, അപ്പോൾ ഭൂമിയിൽ ചെന്നാൽ പിന്നെ എനിക്ക് അങ്ങയോട് സംസാരിക്കാൻ കഴിയില്ലേ? സങ്കടത്തോടെ വിതുമ്പാൻ തുടങ്ങിക്കൊണ്ട് കുഞ്ഞ് ചോദിച്ചു. വിഷമിക്കണ്ട, ദൈവം അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനുമായി സംസാരിക്കാൻ പ്രാർത്ഥന എന്നൊരു സൂത്രവിദ്യ ആ മാലാഖ പഠിപ്പിച്ചു തരും. ഇത് കേട്ടപ്പോൾ കുഞ്ഞിന്റെ മുഖം സന്തോഷത്താൽ തുടുത്തു. അതുകൊള്ളാം. പക്ഷേ ഭൂമിയിലുള്ള മനുഷ്യരിൽ പലരും മഹാദുഷ്ടന്മാരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവരിൽ ആരെങ്കിലും എന്നെ ഉപദ്രവിക്കാൻ വന്നാലോ? അവൻ അക്കാര്യം ഓർത്ത് ഭയത്തോടെ ചോദിച്ചു. ദൈവത്തോട് ചോദിച്ചു, ആരെങ്കിലും എന്നെ ഉപദ്രവിക്കാൻ വന്നാലോ? ഇല്ലില്ല, ദൈവം പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ആ മാലാഖ നിന്നെ രക്ഷിക്കാനെത്തും. നിന്റെ കാവൽ മാലാഖ നിന്നെ രക്ഷിക്കും. അത്രയും കേട്ടപ്പോൾ കുഞ്ഞിന് ആശ്വാസമായി. അവൻ പോകാനൊരുങ്ങി. അവസാന നിമിഷമാണ് അവൻ അക്കാര്യം ഓർമ്മിച്ചത്. വേറൊരു കാര്യം കൂടി ചോദിക്കാനൊരുങ്ങി കുഞ്ഞ് ദൈവത്തോട്. ഭൂമിയിലേക്ക് ചെല്ലുമ്പോൾ താൻ മാലാഖയെ എവിടെ നിന്ന് കണ്ടെത്തും? എങ്ങനെ തിരിച്ചറിയും? അക്കാര്യം മനസ്സിലാക്കിയിട്ടെന്ന പോലെ ദൈവം പറഞ്ഞു, ഭൂമിയിലെത്തുമ്പോൾ നിന്റെ അടുത്ത് തന്നെ മാലാഖ ഉണ്ടാകും. ഇനി ധൈര്യമായി പൊയ്ക്കോളൂ. അവസാനമായി ഒരു കാര്യം കൂടി കുഞ്ഞിന് ചോദിക്കാനുണ്ടായിരുന്നു. അത് മാത്രം പറഞ്ഞില്ലല്ലോ. എന്താണ് ഭൂമിയിൽ എന്നെ കാക്കാൻ പോകുന്നത്? ആ അത്ഭുത മാലാഖയുടെ പേരെന്താണ്? കുഞ്ഞ് ദൈവത്തോട് ചോദിച്ചു. അവളുടെ പേരെന്തുമാകട്ടെ, ദൈവം ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു, അവളുടെ പേരെന്തോ ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. നിനക്ക് അവളെ അമ്മ എന്ന് വിളിക്കാം. വൈകാതെ വൈകാതെ ആ കുഞ്ഞ് ഭൂമിയിൽ ജനിച്ചു. ദൈവം പറഞ്ഞ പോലെ അവൻ കിടന്നിരുന്ന കട്ടിലിൽ അരികിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു ആ മാലാഖ, ആ അമ്മ. ഭൂമിയിലെ ഭാഷ പഠിച്ചിട്ടില്ലെങ്കിലും
ദൈവം പറഞ്ഞുകൊടുത്ത ഓർമ്മയിൽ അവൻ ആദ്യമായി ആ മാലാഖയെ നോക്കി സ്നേഹത്തോടെ വിളിച്ചു. മേ അവൻ കരഞ്ഞു. ഭൂമിയിൽ ജനിച്ചു.